ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒരു ലെഷർ ട്രിപ്പ് അല്ല. ഇന്ന് ഞങ്ങൾ സൗത്ത് വെയിൽസിലെ സ്കന്ദവേൽ ടെമ്പിളിലേക്ക് ഒരു പിൽഗ്രിമേജ് ആണ്. ചേച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ. ചേച്ചി ഉറക്കത്തിലായതുകൊണ്ടാണ് ചേച്ചിയെ ഞാൻ കാണിക്കാത്തത്. സ്കന്ദവേൽ ടെമ്പിൾ സന്ദർശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ലണ്ടനിൽ നിന്നാണ് ഇപ്പോൾ സൗത്ത് വെയിൽസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൗത്ത് വെയിൽസിലെ ഒരു ഫേമസ് ബ്രിഡ്ജ് ആണിത്. പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടെ വേണം നമ്മൾ കാമർത്തൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്കന്ദവേൽ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു വനത്തിനുള്ളിലാണ് ഈ ടെമ്പിള്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഈ ടെമ്പിളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 257 മൈലാണ്. അതായത് 5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട്. UK വന്ന നാൾ മുതൽ കേൾക്കുന്നതാണ് സ്കന്ദവേൽ ടെമ്പിളിനെ കുറിച്ച്. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് അവിടെ ഒന്ന് സന്ദർശിക്കണം, അവിടെ പോയി വർഷിപ്പ് ചെയ്യണം എന്ന്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു ആഗ്രഹം സബലീകരിക്കുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അതിൻ്റെതായ സമയം വരുമ്പോഴേ നമുക്ക് സന്ദർശിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു സ്ഥലമാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയും ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചതിന് ശേഷമാണ് എനിക്ക് അവിടെ സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സ്കന്ദവേലിലേക്കുള്ള യാത്രയും. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തായിരുന്നു, ഒരു സർവീസ് സ്റ്റേഷനിൽ നിർത്തി. ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പം ഞങ്ങൾ സൗത്ത് വെയിൽസിലെ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടൊക്കെ പക്ക ഗ്രാമമാണ്. നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ വ്രതമൊക്കെ അനുഷ്ഠിച്ചല്ലേ പോകുന്നത്, അതുപോലെ തന്നെ ഈ ടെമ്പിളിലേക്ക് പോകുമ്പോഴും നമ്മൾ 3 ദിവസം ശുദ്ധ വെജിറ്റേറിയൻസ് ആയിരിക്കണം, അതുപോലെ ബ്രഹ്മചര്യവും അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് അവർ നിഷ്കർഷിക്കുന്നത്. അത് പ്രത്യേകം എസ്പെഷ്യലി അവിടുത്തെ കാളി ടെമ്പിളിൽ നമ്മളെ പൂജയ്ക്ക് കയറ്റുന്നതിന് മുമ്പ് അവരത് ചോദിക്കും. എന്നിട്ടാണ് നമ്മളെ അമ്പലത്തിലേക്ക് കയറ്റുന്നത്. ശബരിമല പോലെ തന്നെ കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്ന് പറയുന്ന പോലെ തന്നെ മല കയറി വേണം നമുക്ക് അവിടുത്തെ ശക്തിവേൽ ടെമ്പിളിൽ എത്താൻ. അതുപോലെ തന്നെ മുരുകന്റെ വേൽ ഇരിക്കുന്നിടത്തേക്കും ചെല്ലാനായിട്ട് 2 മലകളാണ്. ആ 2 മലകളുടെ നടുക്കായിട്ടാണ് മുരുകന്റെ അമ്പലം ഇരിക്കുന്നത്. അവിടെ മാത്രം നമുക്ക് കാറിൽ ചെന്നാൽ നമുക്ക് നേരിട്ട് കയറി പോകാൻ പറ്റും. അതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരോ എന്തെങ്കിലും അസുഖങ്ങൾ മൂലം മല കയറാൻ പറ്റാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ശക്തിവേൽ ടെമ്പിളിൽ അവിടുത്തെ ഒരു മിനി ബസ് ഉണ്ട്. ആ ബസ്സിൽ അവർ മുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇതിനെ ശരിക്കു പറഞ്ഞ സ്കന്ദവേൽ ആശ്രമം എന്നാണ് അവർ പറയുന്നത്. ഒരു ആശ്രമത്തിന്റെ അന്തരീക്ഷവുമാണ് അവിടെ. അല്ലാണ്ട് നമ്മൾ അമ്പലം എന്ന് കേൾക്കുമ്പോൾ വലിയ ഗോപുരങ്ങളൊക്കെ ഉള്ള വലിയ കതകുകളും വലിയ ഗോപുരങ്ങളും സ്വർണ്ണ വിഗ്രഹങ്ങളും ഒന്നും ഉള്ള അമ്പലം അല്ല ഇത്. അതൊരു ആശ്രമ പരിസരം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ആയി പോകും. അങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മൾ ഭക്തിയോടുകൂടിയാണ് അവിടെ സന്ദർശിക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നെറ്റ്വർക്കോ ഇന്റർനെറ്റ് കണക്ഷനോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാഹ്യ ലോകത്ത് നിന്നും കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ആയിട്ടാണ് ഈ അമ്പലത്തിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. നമ്മളെ നാട്ടുവഴിയിലൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കാടിനുള്ളിലാണ് ഈ അമ്പലം. അപ്പൊ അങ്ങോട്ടുള്ള വഴികൾ മുഴുവൻ 2 സൈഡിലും കൃഷിഭൂമിയും ഒക്കെ ആയിട്ട് നാട്ടുവഴിയാണ്. നാട്ടുവഴിയിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ട്രാക്ടറും കർഷകരുടെ വാഹനങ്ങളും ഒക്കെ കാണാൻ പറ്റും. വളരെ വീതി കുറഞ്ഞ റോഡാണ്. എതിരെ വരുന്ന വാഹനങ്ങൾ ഒഴിഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് അതുവഴി കടന്നു പോകാൻ കൂടെ പറ്റുള്ളൂ. അങ്ങനത്തെ വഴികളാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിലെ നിഷ്ഠകൾ ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നമുക്ക് ഇവിടെ ഈ ആശ്രമത്തിൽ നമുക്ക് വേണമെങ്കിൽ പോയി സേവ ചെയ്യാൻ പറ്റും. ഒരാഴ്ച നമുക്ക് കണ്ടിന്യൂസ് അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് സേവ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാം. അവിടുത്തെ കാര്യങ്ങൾ, ആശ്രമത്തിലെ കാര്യങ്ങൾ, അവിടെ പല ജോലികളുണ്ട്. അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്, ഒരു ചെറിയ സുവനീർ ഷോപ്പ് ഉണ്ട്. അവിടെ ഒക്കെ വർക്ക് ചെയ്യാം. ഈ കോഫി ഷോപ്പൊക്കെ ചാരിറ്റി ഷോപ്പാണ്. നമ്മളെ കമ്പൽസറി ആയിട്ടൊന്നും അവരവിടെ നിന്ന് നമ്മൾ ചായ കുടിക്കുന്നതിനൊന്നും പൈസ കൊടുക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള പൈസ അവിടെ ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പൂജയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും
ഒരു ചാർജും ഇല്ല, ഒരു റെസിപ്റ്റോ ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡൊണേറ്റ് ചെയ്യാം. അത് സ്കന്ദവേലിന്റെ ഒരു ഹോസ്പൈസ് ഉണ്ട്, ആ ഹോസ്പൈസിന്റെ ചാരിറ്റിയിലേക്കാണ് ഈ മണി മുഴുവൻ പോകുന്നത്. അല്ലാണ്ട് ഇവിടെ വലിയ കെട്ടിടങ്ങൾ പണിയാനോ ഒന്നുമല്ല. കണ്ടില്ലേ ഇവിടുത്തെ ആ ഷെഡും ഇവിടുത്തെ ആ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു വലിയ പോഷായിട്ടുള്ള ഒരു അമ്പലമല്ല. പക്ഷെ മനസ്സിൽ ഭക്തിയുമായിട്ട് വരുന്നവർക്ക് മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് പോകാം. അത് ഞങ്ങളുടെ അനുഭവമാണ്. അപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ കാർ പാർക്കിലേക്കാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. കാർ പാർക്കിലേക്ക് അവിടെ വോളണ്ടിയേഴ്സ് നിൽപ്പുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാർ പാർക്കിന് സമീപത്തായിട്ട് കാണുന്ന ഒരു പച്ചക്കറി കൃഷിത്തോട്ടമാണ്. ഇതും ഈ അമ്പലത്തിൻ്റെയാണ്. ഇവിടുത്തെ അന്തേവാസികളാണ് ഇത് സംരക്ഷിച്ചു പോരുന്നത്. ഇവിടുത്തെ അന്നദാനത്തിനാണ് ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ എടുക്കുന്നത്. ആ മലമുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു വേല്? ഇവിടുത്തെ പ്രധാനമായ വേലാണത്, മുരുകന്റെ വേല്. അതൊരു മലയുടെ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, നല്ല കയറ്റമാണ്. നമുക്ക് നല്ല ദൂരം വളഞ്ഞു പൊളഞ്ഞ് കയറി പോയാൽ മാത്രമേ ആ വേലിന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് മുന്നേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു കോഫി ഷോപ്പാണ്. അതെല്ലാം ചാരിറ്റി ഷോപ്പാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 11 മണി സമയത്തോടു കൂടിയാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പൊ തന്നെ ധാരാളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ എൻട്രൻസിന്റെ അവിടെ ഒരു ഗണപതി ഭഗവാൻ ഇരിപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ക്യാമറ അലൗഡ് അല്ല, ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് അധികാരമില്ല, നമുക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടം കൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള കാഴ്ചകളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ക്ഷേത്ര പരിസരം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ചേച്ചി അവിടെ ചെന്ന് ഗണപതി ഭഗവാന്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഹട്ടുകൾ പണിത് വെച്ചിട്ടുണ്ട്. മുരുകന്റെ അമ്പലത്തിലേക്ക് കയറുന്ന കൽപ്പടവുകളാണ്. സുന്ദേട്ടൻ അവിടെ പോയിട്ട് താഴേക്ക് വരുവാണ്. ഇനി നമ്മൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ മുകളില് വേലിന്റെ അടുത്തെത്താൻ പറ്റും. മുരുകന്റെ അവിടെ പൂജ നടക്കുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. അപ്പൊ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചി മുകളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. വേലിന്റെ അടുത്തേക്ക് പോകാൻ നല്ല ദൂരമുണ്ട്. ചേച്ചിക്ക് കാൽമുട്ട് വയ്യാത്തത് കൊണ്ട് ചേച്ചിക്ക് അത്രയും കയറാൻ പറ്റില്ല. ഞങ്ങൾ എന്താണേലും അവിടെ കയറണം എന്ന് വിചാരിച്ചു. സുനിലേട്ടൻ നല്ല ഈസി ആയിട്ട് കയറിപ്പോയി കേട്ടോ. എനിക്ക് പക്ഷെ അത്രയും ഈസി ആയിട്ടൊന്നും കയറാൻ പറ്റിയില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ മല കയറാനായിട്ട്. അത് എനിക്ക് ഞാൻ വലിയതായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, എനിക്ക് ആ മല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുകളിൽ വന്നിട്ട് താഴേക്കുള്ള വ്യൂ ആണ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ആ വാലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് അമ്പലവും കാർ പാർക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള വെയിൽസ് മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഓപ്പോസിറ്റ് മലയിലാണ് ശക്തിവേൽ ടെമ്പിൾ, അതായത് കാളിമാതാവിന്റെ ടെമ്പിൾ അവിടെയാണ്. അവിടെ ഇങ്ങനെ ആന, കുതിര അങ്ങനത്തെ കുറേ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. മയിലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെയും കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് താഴേക്ക് പോയി നമ്മളിന്ന് ശക്തിവേൽ ടെമ്പിളിലും പോയി കഴിഞ്ഞിട്ട് മടങ്ങുള്ളൂ. താഴെ ചെന്ന് മുരുകൻ ടെമ്പിളിലെ പൂജ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അന്നദാനം ഉണ്ട്. അന്നദാനമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സാവധാനമാണ് നമ്മൾ 6:30-ക്കുള്ള പൂജയ്ക്ക് കാളി ടെമ്പിളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് മലയിലാണ് മഹാശക്തി ടെമ്പിൾ എന്ന്. അവിടെ ആ മഹാശക്തി ടെമ്പിളിന്റെ ആ ഭാഗമാണ് ഞാനിപ്പോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. ആ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ആനയൊക്കെ വളർത്തുന്നത് അവര്. ഈ മലയുടെ മുകളിൽ ഒരു വലിയ വേല് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ വേല് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് വന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ മിനി ബസിന്റെ സൗകര്യങ്ങളൊന്നുമില്ല, നമ്മൾ നടന്നു തന്നെ വരണം. കഠിനമായ കയറ്റമായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. വന്നത് മല കയറിയത് ഒട്ടും നഷ്ടമായില്ല കേട്ടോ. നല്ല മനോഹരമായ വേലും താഴെ വാലിയിലെ കാഴ്ചകളും ഒക്കെ അതിമനോഹരം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം താഴേക്ക് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലത്ത് മാത്രം സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ സുനിലേട്ടൻ എന്നോട് പറയുന്നുണ്ട് ക്യാമറയും പിടിച്ച് സ്റ്റെപ്പ് ഒന്നും കാണാതെ തട്ടി വീണേക്കല്ലെന്നൊക്കെ പറഞ്ഞ് താഴേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്നതിന്റെ സൈഡിൽ മുഴുവൻ ഇങ്ങനെ ബ്ലാക്ക് ബെറീസ് പഴുത്ത് നിൽപ്പുണ്ട്. നിറയെ ബ്ലാക്ക് ബെറീസ് ആണ് അവിടെ, നിറയെ മുള്ളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൊച്ചു കുട്ടികളെ പോലെയായി. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ വഴിനീളെ മുള്ളിക്കയും നെല്ലിക്കയൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടല്ലേ പോകുന്നത്. അതുപോലെ ഞങ്ങൾ വഴി കണ്ട നമ്മുടെ ബ്ലാക്ക്ബെറി മുഴുവൻ പറിച്ച് തിന്നാനുള്ള ശ്രമത്തിലാണ്.
കാരണം വേറെ വിസിറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മുകളിൽ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ മാത്രമുള്ളൊരു ലോകമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുട്ടികളെ പോലെ അതൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടാണ് താഴേക്ക് പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ മല കയറുക തന്നെ വേണം, അല്ലാതുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കോ വഴിയിലൊന്നും ആൾക്കാരൊന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, മല കയറാൻ പറ്റുന്നവർ മാത്രമേ ഇവിടെ വന്ന് കണ്ടു പോകാറുള്ളൂ. നമ്മൾ താഴെ നിന്നപ്പോൾ കുറേ ആൾക്കാർ മേളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ മുകളിൽ വന്നപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളപ്പോ ഇവിടുന്ന് താഴേക്ക് ഇതെല്ലാം എൻജോയ് ചെയ്ത് തന്നെ താഴേക്ക് പോവാണ്. ഈ അമ്പലത്തിലെ പൂജാക്രമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 1:30ക്കും രാത്രി 9 മണിക്കുമാണ് മുരുകൻ ടെമ്പിളിലെ പൂജ നടക്കുന്നത്. അതുപോലെ മഹാശക്തി ടെമ്പിളിലെ പൂജയാണെങ്കിൽ രാവിലെ 6:30ക്കും വൈകുന്നേരം 6 മണിക്കുമാണ്. പക്ഷെ മഹാശക്തി ടെമ്പിളിലെ എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല. അമ്പലം വളരെ ചെറുതാണ്. അതിന് ഉള്ളിലേക്ക് ഒരു 30 പേർക്ക് മാത്രമേ കടന്നു പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ പൗർണമി ദിവസങ്ങളിൽ വളരെ തിരക്കാണ് അവിടെ. ആ സമയങ്ങളിൽ പുറത്തൊരു ഷെഡ് ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് CCTV കൂടെ പൂജ കാണാൻ പറ്റും. പക്ഷെ ആ 30 പേർക്ക് കാളി ടെമ്പിളിനുള്ളിൽ ദർശനം കിട്ടണമെങ്കിൽ അതൊരു ഭയങ്കര ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഇന്ന് ഞങ്ങൾ അവിടെ വന്ന ദിവസം അത് ഒരു പൗർണമി ദിവസമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും വൈകുന്നേരത്തെ മഹാഭിഷേകം, അതായത് 2 മണിക്കൂറാണ് അഭിഷേകം. വെള്ളക്കാരാണ് ഇവിടെ പൂജ ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മിൻസോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല, ഇവിടുത്തെ ഇംഗ്ലീഷുകാരാണ്. അവർ നമ്മുടെ പൂജാ മന്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. ഞങ്ങളിപ്പം കാളി ടെമ്പിളിലേക്ക് പോവുകയാണ്. താഴത്തെ പൂജയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചേച്ചിയെ അവർ മിനി ബസ്സിൽ കൊണ്ടുവന്നു. ഞങ്ങള് നടന്നാണ് കയറുന്നത്. പോകുന്ന വഴിക്കുള്ള മാൻകൂട്ടങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാളി ടെമ്പിളിൽ കയറാനായിട്ട് ഞങ്ങൾക്ക് അവിടെ ലക്കി ഡിപ്പ് ഉണ്ടായിരുന്നു. പ്രത്യേക പൂജാ ദിവസങ്ങളിൽ ലക്കി ഡിപ്പ് വഴിയാണ് അവിടെ ആളിനെ കയറ്റുന്നത്. കാളിയമ്മയുടെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. എനിക്കും സുനിലേട്ടനും ഇന്ന് ലക്കി ഡിപ്പിൽ കൂടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും അവിടെ കയറി മഹാഭിഷേകം കാണാൻ പറ്റി. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാളി ടെമ്പിളിലെ പൂജ കാണണമെങ്കിൽ നമ്മൾ 4 മണിയാകുമ്പോൾ തന്നെ അവിടെ വന്ന് ക്യൂ നിന്നാൽ രാവിലെ 6 മണിക്കത്തെ പൂജ നമുക്ക് അവിടെ അകത്ത് കയറി ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അങ്ങനെയാണ്. അപ്പൊ അവിടെ കയറി നമുക്ക് പൂജ കാണാൻ പറ്റും. വൈകുന്നേരം 6 മണിയുടെ പൂജ കാണണമെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ ചെന്ന് അവിടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ 30 പേരെ മാത്രമേ കാളി ടെമ്പിളിനുള്ളിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് പുറത്തിരുന്ന് TV കൂടെ പൂജ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആരതി ദർശിക്കാനായിട്ട് നമുക്ക് അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് അവര് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ്. അപ്പൊ രാവിലെ 6:30യുടെ പൂജ അവിടെ കഴിഞ്ഞ് നമ്മൾ താഴെ വന്നു കഴിയുമ്പോൾ ഇവിടെ രംഗനാഥ ടെമ്പിളിൽ 9:30ക്ക് ഒരു പൂജയുണ്ട്. അതിനു മുമ്പ് ഇവിടെ അന്നദാനം ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രംഗനാഥ് ടെമ്പിളിന് മുന്നിലുള്ള ക്ഷേത്രക്കുളവും മീനുകളും ആമ്പലും ഒക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രംഗനാഥ് ടെമ്പിളിലെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ഹനുമാൻ അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട്. അതെല്ലാം ഓപ്പൺ എയറിൽ വെച്ചേക്കുന്ന പ്രതിഷ്ഠയാണ്. അതുപോലെ അവിടെ പരമശിവനുണ്ട്. ശിവന്റെ ഗംഗാനദി ശിവന്റെ തലയിലേക്ക് പുറകിൽ നിന്ന് ആ വാലിൽ നിന്നുള്ള വെള്ളം അത് ഡയറക്റ്റ് പതിക്കുന്നുണ്ട്. അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ. ഇവിടെ സത്യത്തില് സമാധാനവും ഭക്തിയും സംഗമിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അമ്പലമാണ് സാധാരണ അമ്പലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഇനി ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ച് സേവ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത്. അതിന് സന്ദർഭവും സാഹചര്യവും ഒത്തുവരുമ്പോൾ. അതിനുശേഷം പല പ്രാവശ്യം ഞങ്ങൾ അമ്പലം സന്ദർശിച്ചിരുന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ രാത്രി 11 മണിക്കാണ് വീട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുളിച്ച് ശുദ്ധിയായി രാത്രിയാവുമ്പോൾ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും അമ്പലത്തിലേക്ക്. എന്നിട്ട് അവിടെ ചെന്ന് ഒരു 3:30 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തിയാൽ ഞങ്ങൾ നേരെ മഹാശക്തി ടെമ്പിളിലേക്കാണ്, മലമുകളിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ ക്യൂ നിൽക്കും. അവിടെ ഒരു ഷെഡുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. നിൽക്കേണ്ട ആവശ്യമില്ല, അവിടെ ബെഞ്ചുണ്ട്, അവിടെ ഇരിക്കാം. ഇരുന്ന് കഴിഞ്ഞ്
ആദ്യത്തെ 2 നിരയിലുള്ള ബെഞ്ചിലുള്ളവരെ മാത്രം, ഒരു 30 പേരെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. കാളി ടെമ്പിളിലെ പൂജ കാണാൻ അതൊരു പ്രത്യേക അനുഭവമാണ്. അതവിടെ പോയി അത് അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ ആ പൂജ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അവിടെ സ്കന്ദവേൽ ടെമ്പിൾ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.